ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ തകരുന്നതിന് പ്രധാന കാരണം എന്താണ്? മൊബൈലിലൂടെ നമുക്ക് അനേകം മെസ്സേജുകൾ സർപ്പം ഹവായി തന്ത്രപൂർവ്വം ചതിച്ചപോലെ കുടുംബജീവിതത്തിലേക്ക് പലരും എൻട്രി ചെയ്യും. ഭർത്താക്കന്മാരുടെ ഇടയിലും ഭാര്യമാരുടെ ഇടയിലും സംഭവിക്കുന്നത് മറ്റ് ബന്ധങ്ങൾ വരുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, ദൈവത്തോടൊപ്പമാണ് നമ്മൾ കൂട്ടിച്ചേരേണ്ടത്. വിശുദ്ധ പൗലോസിലെ 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയുടെ ശിരസ്സ് പുരുഷനും പുരുഷൻ്റെ ശിരസ്സ് ക്രിസ്തുവുമാണ്. ക്രിസ്തുവിൻ്റെ ശിരസ്സ് പിതാവായ ദൈവമാണ്. ഉണ്ടോ? ഓരോ പുരുഷന്മാരുടെയും ശിരസ്സ് ക്രിസ്തുവാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ദൈവം സ്ത്രീ പുരുഷന്മാരെ താരതമ്യം ചെയ്യുക. ഈ പുരുഷന്മാരെന്ത് ചെയ്യണം? എപ്പോഴും ദൈവവുമായിട്ട് ക്രിസ്തുവുമായിട്ട് ഗാഢബന്ധം പുലർത്തണം. കാരണം ദൈവവുമായിട്ട് ബന്ധമില്ല എങ്കിൽ അവരുടെ ശിരസ്സ് കട്ട് ചെയ്യപ്പെടുകയാണ്. പുരുഷന്മാരുടെ എല്ലാം ക്രിസ്തുവായി മാറണം. അവരുടെ ശിരസ്സ് ക്രിസ്തുവാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തി 2:8 പറയുന്നുണ്ട്, പുരുഷന്മാർ കോപമോ കലഹമോ കൂടാതെ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെ കരങ്ങൾ എന്താണ്? പവിത്രങ്ങളാണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. അതിൽ 2 ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അവർ കോപമോ കലഹമോ ഇല്ലാതെ, പുരുഷന്മാർ കോപമോ കലഹമോ ഇല്ലാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ പവിത്രമായിരിക്കണം. അത്രമാത്രം വലിയ കൃപ ദൈവം സഹോദരന്മാർക്ക് നൽകിയിട്ടുണ്ട്. സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനിയായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും നമ്മൾ സൃഷ്ടിക്കപ്പെടുക. അപ്പം 2 സ്വഭാവങ്ങളും, ഇപ്പം 2 പേർക്കും ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, വിധേയത്വം വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ അടിമകളാകുകയാണ് എന്ന്. പക്ഷേ അടിമത്വവും വിധേയത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ ആ വിധേയത്വം സ്വീകരിക്കുമ്പോൾ അതൊരു പുണ്യമായി മാറുകയാണ്, അതൊരു വിശുദ്ധിയായി മാറുകയാണ്. അപ്പോൾ ആ ഒരു വിധേയത്വമാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുക. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ 1 പത്രോസ് 3:6 തിരുവചനത്തിൽ പറയുകയാണ്, നന്മ പ്രവർത്തിക്കുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നീയും അവളുടെ മക്കളാകും. ഉണ്ടോ? നന്മ പ്രവർത്തിക്കുകയും ഈ നന്മ വന്നു കഴിയുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല, അവിടെ അടിമത്തത്തിന് സ്ഥാനമില്ല, അവിടെ ദൈവീക പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ ചൈതന്യം അവിടെ നയിക്കപ്പെടുകയാണ്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ടു. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മുൻപിൽ വിധേയത്വത്തോടെ ദൈവം സംരക്ഷിക്കാൻ വേണ്ടി നൽകുകയാണ്. ആ ചൈതന്യത്തെ സംരക്ഷിക്കുവാൻ, തിന്മയുടെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം വിശുദ്ധ യൗസേ പിതാവിനെ കൃപ നിറഞ്ഞ മറിയത്തിന് കൊടുക്കുകയാണ്. മറിയം ജോസഫിൻ്റെ കൂടെ വളരെ വിധേയത്വത്തോടും ദൈവീക പദ്ധതികളോടും സഹകരിച്ച് നിൽക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ പറയുന്നതാണ്, സ്വർഗീയ ജെറൂസലേം സ്വതന്ത്രയാണ്, അവളാണ് നമ്മളുടെ അമ്മ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2 ഉടമ്പടികളെക്കുറിച്ച്, സാറായെയും ഹാഗാറിനെയും കുറിച്ച്. അതിൽ ആത്മീയമായി ജനിച്ച മക്കളുമുണ്ട്, ഭൗതികയിൽ നിന്ന് ജനിച്ച മക്കളുമുണ്ട്. വാഗ്ദാനപ്രകാരം ജനിച്ച മക്കൾ സ്വതന്ത്രരാണ്. ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് അവകാശികളാണ്. സ്ത്രീകളിലും ദൈവത്തിൻ്റെ പുരുഷത്വം ദൈവം പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് അല്ലെ? പൗരുഷവും കരുത്തുമാർജിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ അനേകം വിശുദ്ധരായ സ്ത്രീ കഥാപാത്രങ്ങളെ കാണുന്നുണ്ട്. അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ആവസിക്കുകയാണ്. അതാണ് 2 മക്കബയർ 7-ാം അധ്യായം. ഈ അമ്മയും 7 മക്കളെയും നമ്മൾ കാണുന്നുണ്ട്. ഈ മക്കളുടെ മരണം സംഭവിക്കുമ്പോഴും ഓരോ മക്കളും മരിക്കുന്നതിന് മുമ്പ് അമ്മ മക്കളെ ശക്തിപ്പെടുത്തി കൊടുക്കുകയാണ്.
2 മക്കബയർ 7:21 പറയുകയാണ്, അവൾ സ്ത്രീ സഹജമായ വിവേകത്തോടെ പുരുഷോചിതമായ ധീരതയോടെ മക്കളെ ശക്തിപ്പെടുത്തുകയാണ്. പുരുഷോചിതമായ ധീരത, ഈ ധീരത നമ്മുടെ ഓരോ പുരുഷന്മാർക്കും ഉണ്ടെങ്കിൽ അവർ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഈ ധീരതയിലേക്കാണ് ഓരോ പുരുഷന്മാരെയും ദൈവം വിളിക്കുക. കണ്ടോ, ഒരു കുടുംബത്തിൽ ഒരു പുരുഷൻ സന്ധ്യാപ്രാർത്ഥന തുടങ്ങിയാൽ അവിടെ കർത്താവിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരിക്കും. കാരണം പുരുഷന്മാർ ഇന്ന് മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇത് വന്നു കഴിയുമ്പോൾ യേശുവിൽ നിന്ന് അവർ അകന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ ശിരസ്സുമായിട്ടുള്ള ഗാഢബന്ധം അവരുടെ മാറുകയാണ്. തിരിച്ച് നമ്മൾ ഈശോയിലോട്ട് വന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ ആ സഹോദരന്മാരിൽ തന്നെ ലീഡ് ചെയ്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് ആ കുടുംബത്തിൽ വരികയാണ്. സ്ത്രീയും പുരുഷനും എപ്പോഴും ഒന്നാണ്. ദൈവം അവരെ ഒന്നിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അവർ പുരുഷൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയുമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ സ്ത്രീ. അപ്പോൾ ഇവർ ഒന്നിച്ചൊരു കുടുംബത്തെ നയിച്ചു കൊണ്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയുകയാണ്. അതാണ് മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇസ്രായേൽക്കാർക്കായിരുന്നു വിജയം. മോശ കരങ്ങൾ താഴ്ത്തിയിട്ടപ്പോൾ അമലേയർക്കായിരുന്നു വിജയം. അപ്പോൾ ഈ കരങ്ങളുടെ പവിത്രത നമ്മൾ മനസ്സിലാക്കണം. ഓരോ കരങ്ങളും ഉയർത്തപ്പെടുമ്പോൾ ദൈവരാജ്യം ശിരസ്സായ ക്രിസ്തുവിലേക്ക് അവർ ബന്ധം പുലർത്തുകയാണ്. നമുക്ക് ദൈവത്തെ കൈകൾ ഉയർത്തി സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മടി എന്താണ്? പാപം നമ്മിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. പ്രഭാഷണൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 9-10 പറയുന്നുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപം വരുമ്പോൾ നമുക്ക് കർത്താവിനെ കൈകൾ ഉയർത്തി സ്തുതിക്കാനോ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കില്ല. നമുക്ക് നാണമായിരിക്കും. ഈ പവിത്രമായ കരങ്ങൾ ഉയർത്തി അവരാ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ട് പോവുക. തീർച്ചയായും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരിമാർ, പിന്നിമുടിയോ സ്വർണ്ണാഭരണങ്ങളോ ഇതൊന്നുമല്ല ഒരു സ്ത്രീയുടെ അലങ്കാരം. ആന്തരിക വ്യക്തിത്വമാണ് എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്. ഈ ആന്തരിക വ്യക്തിത്വം എന്താണ്? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കൃപയാണ്. കാരണം ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്, അവളിലൂടെ ലോകം മുഴുവൻ നശിക്കുന്നത് പ്രഭാഷണൻ്റെ പുസ്തകം 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു. അതേസമയം പരിശുദ്ധ കന്യാമറിയത്തിലൂടെ അത് മുഴുവൻ മാറ്റപ്പെട്ട് നന്മ കൊണ്ട് നിറയപ്പെടുകയാണ്. നമ്മളിലും പുരുഷനിലും സ്ത്രീകളിലും ഈ 2 വ്യക്തിത്വവും നിലനിൽക്കും. ഹവ്വായി ഉണ്ടാകും, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉണ്ടാകും. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ മറിയത്തിൻ്റെ എളിമയും വിധേയത്വവും വിശുദ്ധിയും ഒക്കെയാണോ നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു കുടുംബത്തെ നയിക്കേണ്ടത്? അല്ലെങ്കിൽ ഹവ്വായിലൂടെ വന്ന അഹങ്കാരം, അവിശ്വസ്തത, എടുത്തുചാട്ടം, തിന്മ പ്രവർത്തിക്കുന്നതിനുള്ള സാന്നിധ്യം, ഇതെല്ലാം വരുന്നതും ആ ഒരു വ്യക്തിത്വത്തിലൂടെയാണ്. അപ്പോൾ ഇതിനെ മാറ്റി പരിശുദ്ധ കന്യാമറിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രദേശം, ഒരു സ്ഥലം എല്ലാം നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാനും നന്മയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. നമ്മൾ ഈ വിശുദ്ധി ഓരോ ദിവസവും പാലിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഛായയിലെയും സാദൃശ്യത്തിലേക്കും നമ്മൾ തിരിച്ചു വരുന്നു. യൂദത്തിൻ്റെ പുസ്തകത്തിലും യൂദിത്ത് എങ്ങനെയാണ് തിന്മയുടെ ശക്തിയുടെ തല തകർത്തത്? യൂദത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. 16-ാം അധ്യായം മുഴുവൻ യൂദത്തിൻ്റെ കീർത്തനമാണ്. യൂദിത്ത് തിന്മയുടെ തല തകർത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിൽ പറയുകയാണ്, യുവാക്കന്മാരുടെ കരങ്ങളല്ല, മല്ലന്മാരുടെ കരങ്ങളല്ല ആ തിന്മയെ തകർത്തത്, സർവശക്തനായ ദൈവമാണ് എന്നും പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് യൂദിത്ത്. ദൈവത്തിൻ്റെ ആ കരുണയുടെ സ്വഭാവം ദൈവം മാതൃത്വത്തിലൂടെ അമ്മമാർക്ക് ദൈവം കൊടുക്കുകയാണ്. അതാണ് കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹീബ്രു ഭാഷയിൽ ഗർഭപാത്രം യൂട്രസ് എന്നാണ്.
കാരണം ആ യൂട്രസിൽ നിന്നാണ് അമ്മയുടെ ജീവനും അമ്മയുടെ രക്തവും എല്ലാം എടുത്തുകൊണ്ടൊരു കുഞ്ഞ് വളരുകയാണ്. അവിടെ ജീവൻ ഉണ്ടാകുകയാണ്. ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോട് എപ്പോഴും കാരുണ്യമാണ്. ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് ഒരു അമ്മയുടെ രൂപത്തിൽ പല സ്ഥലത്തും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പെറ്റമ്മയെക്കാളും സ്നേഹിക്കുന്ന ദൈവം അധ്യായത്തിൽ തൻ്റെ മാറോട് ചേർക്കുന്ന കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർക്കുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം ദൈവത്തിലൂടെ ഓരോ മാതാവിലും ദൈവം നമുക്ക് തരികയാണ്. ഓരോ അമ്മയിലും ദൈവം നമുക്ക് തരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവുമാണ്. ഈ ഒരു അമ്മ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ നന്മയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ഒരു ഭാര്യ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഒരു പുരുഷനും ദൈവിക ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ മഹിമയെ, ദൈവം നമുക്ക് തന്ന ആ മഹിമയെ ഓരോ വ്യക്തിയും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ എവിടെ വരുന്നോ അവിടെ ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹം എവിടെ വരുന്നോ അവിടെ നന്മയുണ്ട്, ദൈവമുണ്ട്. ആ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനെ നമുക്ക് ധരിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മുടെ കുടുംബത്തിൽ രണ്ടു പേരും കൂടി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഉള്ള വലിയ കൃപാവരം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.